ഞാൻ ആശകളായിട്ടാണ് കണ്ടത്. അടിപൊളി മൂവി, നല്ല എല്ലാ ഹ്യൂമർ വർക്ക്ഔട്ട് ചെയ്യുന്ന നല്ല രീതിക്ക്. പിന്നെ ഇമോഷൻസും അടിപൊളി ഫാമിലി മൂവിയാണ്. അച്ഛനും മോനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു വാച്ചിങ്. ഇടയ്ക്കൊക്കെ കണ്ടു പറഞ്ഞു, ഇമോഷൻസ് വന്നു. പടം നല്ലതാണ്. ഇമോഷണലി ഭയങ്കര കളക്ട് ആവും. ഭയങ്കര ഫീൽ ഗുഡ് മൂവിയാ. ഭയങ്കര രസമുണ്ട് കണ്ടിരിക്കുമ്പം. ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ഫീലൊക്കെ വരും. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ എല്ലാരും കാണണം. അയ്യോ, അങ്ങനെ ചോദിച്ച രണ്ടുപേരും അങ്ങനെ എനിക്കറിയത്തില്ല. പക്ഷെ അച്ഛനും മകനും തമ്മിലുള്ള ഒരു കോംബോ ഒരു രക്ഷയില്ല. അടിപൊളി കോംബോ, സൂപ്പർ. അങ്ങനെയല്ല, എല്ലാരും കണ്ടിരിക്കുന്ന ഒരു പടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ കുറെ വീടുകളിലൊക്കെ അച്ഛൻ മകൻ പ്രശ്നങ്ങളൊക്കെ ഇതിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. തുറന്ന് സംസാരിക്കാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇതിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു നല്ലൊരു മെസ്സേജ് ഈ പടം തരുന്നു. താങ്ക് യു. കുടുംബചിത്രം നമ്മളെ ജയറാമേട്ടൻ തിരിച്ചു വന്നിരിക്കുന്ന പ്രിജിത്ത് എന്ന ഡയറക്ടർ വടക്കൻ സെൽഫിക്ക് ശേഷം നല്ലൊരു സിനിമ മലയാളത്തിൽ നൽകിയത്. അച്ഛനും മോനും തമ്മിലുള്ള കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഇതിലൊരു നല്ല സന്ദേശം നൽകുന്നുണ്ട്. ഈഗോ, അതായത് നമ്മളെ ഒരാള് അത് കുടുംബത്തിലാണെങ്കിലും അത് ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഇത് തന്നെ ഈഗോ. എന്തായാലും നല്ലൊരു സിനിമ, കുടുംബമായിട്ട് ധൈര്യപൂർവ്വം വന്ന് കാണാം. നല്ല എന്റർടൈൻമെന്റ് ആണ്, എല്ലാം കൂടെ ചേർന്ന സിനിമ, സൂപ്പർ സിനിമ. ആശകളായ അടിപൊളി. കാരണം പടത്തിലെ ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല കോമഡിയും എല്ലാം നിറഞ്ഞൊരു അങ്ങനെ പോയി. ഇന്റർവെൽ ആയത് അറിഞ്ഞില്ല. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് വന്നപ്പോ നമ്മുടെ ജയറാമേട്ടന്റെ മകൻ കാളിദാസും നമ്മളെ കരയിപ്പിച്ച് കളഞ്ഞു. സത്യം പറഞ്ഞ തിയേറ്ററിന്റെ ഉള്ളിലിരുന്ന് ഞാൻ സിനിമയും കണ്ട അതിന്റെ ഇടയിൽ നല്ല കരച്ചിൽ പറഞ്ഞു. സഹിക്കാൻ പറ്റില്ല. അത്രക്കും ജയറാമേട്ടനും കാളിദാസും നമ്മളെ തളർത്തി കളഞ്ഞു. അച്ഛനും മകനുള്ളൊരു കോംബോ. നമ്മള് കുറെ നാളെ ഇവരൊരു കോംബോ നമ്മൾ കാണാൻ ആഗ്രഹിക്കണം. അത് ഇന്ന് ആശങ്കളായിരത്തെ സിനിമയിൽ ഇവര് കോംബോ വന്നപ്പോ നമ്മളെ തളർത്തി. ജയറാമേട്ടൻ കൊണ്ടുപോയി. കാരണം ജയറാമേട്ടൻ ഒരു തിരിച്ചുവരവ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ജയറാമേട്ടൻ തിരിച്ചു വന്നു ഈ സിനിമയിൽ. ഈ സിനിമ നല്ല ഗംഭീര സ്പെല്ല. നിങ്ങൾ കണ്ടിട്ട് ഈ സിനിമ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന, നിങ്ങളുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ സിനിമയിൽ പറയണം. അത് കഥ ഞാൻ പറയണില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. നല്ല ഗംഭീര പടം. ജയറാമേട്ടൻ നിങ്ങളൊന്ന് കാണണം. ഞാനും ഭയങ്കര ഒരു സങ്കടത്തിലിരിക്കുകയാണ് ഈ പടം കണ്ടിട്ട്. എനിക്ക് ഇപ്പോഴും എൻ്റെ വിറവലും എൻ്റെ ഇമോഷണലും ഒന്നും വിട്ടുമാറിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഭയങ്കര ഒരു തളർച്ചയിൽ നിൽക്കുകയാണ് ഞാൻ. അതൊക്കെ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താ കാര്യം. എല്ലാവരും ഈ പടം വന്ന് കാണണം. എത്ര പറയാമോ. ഒരു ട്രോള് പോലെ കാണുന്ന സംഭവം സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു ചിരിയാണ് തോന്നിയത്. അവസാനം ചുരുടം കണ്ണു നിറച്ച പടം തന്നെയാണ്. പക്ഷെ പണ്ണിന്ന് തുടങ്ങി അവസാനം ഒരു ചെറിയ കണ്ണു നിറച്ചിട്ടുള്ളൂ. എനിക്ക് പറയാനുള്ളത്, ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു പടമാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ കാണുക, ഇഷ്ടപ്പെടും, ഉറപ്പാണ്.